ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് മെഹന്തി നൈറ്റാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസം നൈറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ 3 പേരും റെഡിയായി ഇതേ പോകാനുള്ള ഇൻട്രോ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും സ്നേഹ ചുംബനങ്ങളൊക്കെ തന്നിട്ട് നമ്മളിതേ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്, നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ ഇന്നത്തെ മെഹന്തി ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇശൽ എന്താണെന്നറിയോ പറഞ്ഞത്, നമുക്ക് കല്യാണത്തിൽ പോയിട്ട് വരാവേ എന്നാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. സ്കൂട്ടിയിലാണ് പോകുന്നത്, തൊട്ടടുത്ത് തന്നെ. അവിടെ കാറ് കൊണ്ടുപോയാൽ പാർക്കിങ്ങിനൊന്നും വലിയ സൗകര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ സ്കൂട്ടി എടുത്ത് ഇറങ്ങുന്ന ടൈമിന് മുകളിൽ നിന്നും നമ്മുടെ ഒരു നെയ്ബർ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദേ അവരോട് കാര്യം പറയുവാണ് കേട്ടോ. ശേഷം നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. നമുക്കിനി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതേ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഫ്രണ്ടിൽ തന്നെ ബ്രൈഡിൻ്റെ വാപ്പച്ചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്ത് കൊണ്ടുപോവാണ്. ശേഷം അകത്ത് പോയി ഉമ്മച്ചിയും കണ്ടു. നെക്സ്റ്റ് ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൾക്ക് അന്നത്തെ വിശേഷം മൊത്തം പറയാനുണ്ടായിരുന്നു. തലേ ദിവസം രാത്രിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബ്രൈഡ് ടു ബിയുടെ. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. എന്നാലും ദേ ഇന്ന് ഞാൻ വന്നത് മുതൽ അവസാനം പോകുന്നത് വരെയും അവൾക്ക് കഥകൾ പറഞ്ഞിട്ട് തീർന്നില്ല. കാരണം ഉച്ചയ്ക്ക് എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. മോളുടെ മദ്രസയിൽ എക്സാം ആയത് കാരണം മദ്രസയിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ക്ഷീണിച്ചപ്പം വൈകിട്ട് ഓഡിറ്റോറിയത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ബ്യൂട്ടീഷ്യനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, കല്യാണമോ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, ബ്രൈഡ് ടു ബി ആയിക്കോട്ടെ, മെഹന്തി ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നല്ല അഫോർഡബിളായ പ്രൈസിൽ ഒരു ബ്യൂട്ടീഷ്യനും ചെയ്തു തരത്തില്ല. അത്രയും അടിപൊളിയായിട്ട് ഡിസ്കൗണ്ടിൽ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അങ്ങനെ നമ്മളിതേ അവിടെ നിന്നും സ്റ്റേജിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും ബ്രൈഡിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിടുത്തെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ബ്രൈഡിൻ്റെ ഉമ്മച്ചിയുടെ സിസ്റ്റേഴ്സും ഫാമിലീസും ഒക്കെയാണ് ആ ഒരു ടൈമിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൈഡിന് കൂട്ടായിട്ട് മക്കളുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് കളിക്കാൻ ആരുമില്ല. അങ്ങനെ ബ്രൈഡിൻ്റെ അടുത്ത് മക്കളും കൂടെ പോയിരുന്ന് കളിക്കുവാണേ. അങ്ങനെ മക്കൾ ബ്രൈഡുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് കളിച്ചിരിക്കുന്ന കണ്ടിട്ട് ക്യാമറാമാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വന്നിട്ടുള്ളത് ബ്രൈഡിൻ്റെ ഉമ്മച്ചിയുടെ ചേട്ടത്തിയാണ്, ഉമ്മച്ചിയുടെ ഇത്തായാണ്, മുത്തുമ്മയാണ്. പിന്നെ കല്യാണമൊക്കെ ആകുമ്പോൾ കസിൻസും അതുപോലെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു വല്ലാത്തൊരു വൈബാണല്ലേ. ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കിട്ടും. ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വന്നാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ. പ്രത്യേകിച്ച് വെഡ്ഡിങ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും. അങ്ങനെ മറ്റൊരു രണ്ടുപേരും കളിക്കാൻ പോയി. ഇശലാണ് ഇപ്പോൾ ബ്രൈഡിന് കൂട്ടായിട്ടുള്ളത്. ശേഷം ബ്രൈഡിനെ വാപ്ചിയുടെ ഉമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വാപ്ചിയുടെ ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. തൊട്ട് ബാക്കിൽ നിന്ന് തന്നെ ആയിഷ നസറിന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ബ്രൈഡിനെ ഒറ്റയ്ക്ക് വിടാതെ അവൾക്ക് കൂട്ടായിട്ട് കൂടെയുള്ളതാണ്. ഇത് ബ്രൈഡിൻ്റെ ബ്രോയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരൊക്കെ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ നസറും ബ്രൈഡിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവർ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ബ്രൈഡിൻ്റെ വാപ്പച്ചിയുടെ ഉമ്മയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. എന്തായാലും ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ലൈക്കും കമൻറ്റ് എല്ലാം ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ നെയ്ബറാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ഏകദേശമൊക്കെ ഇതിലുള്ളവരെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഉമ്മച്ചിയും വാപ്പച്ചിയും നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുകയായിരുന്നു.
അങ്ങനെ ബ്രൈഡിൻ്റെ ഫാമിലി ഫോട്ടോ എടുക്കുന്ന ടൈം എത്തി. അങ്ങനെ വാപ്പച്ചിയും ഉമ്മച്ചിയും ബ്രോയും കൂടെ നിന്നിട്ട് അവരെ 4 പേരെയും കൂടെ നിർത്തി മാത്രം കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. നെക്സ്റ്റ് ബ്രോയും സിസും കൂടെ ചേർന്നൊരു ഫോട്ടോ ആയിക്കോട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും ഇതേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആയിഷ നസറിനായി കൂട്ട്. അവർ 3 പേരും കൂടെ ഇരുന്നിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു, ആർക്കാണ് ബ്രൈഡുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ഉള്ളത് ഡ്രസ്സിൻ്റെ കളറെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇശൽ എൻ്റെ ഡ്രസ്സാണ്, അപ്പോൾ ആയിഷ നസറിനല്ല എൻ്റെ ഡ്രസ്സാണ്. അങ്ങനെ പരസ്പരം അവർ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇശലിന് വിശന്നു കേട്ടോ. ഇശലിന് ഉച്ചയ്ക്കും ഫുഡ് കുറച്ച് ചോറ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിശന്നിട്ട് നമ്മൾ അപ്പോഴേ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ബ്രോയുടെ ഫ്രണ്ട്സാണ് കേട്ടോ, ബ്രോയുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അങ്ങനെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അവരെല്ലാം ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇശലിന് ഇതേ പൊറോട്ടയും ചിക്കനുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആയിഷ നസറിന് ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ നമ്മളെ ബാക്കിൽ അങ്ങ് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. ഇത് ഉമ്മിച്ചായാണ്, ബ്രൈഡിൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മായാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ ഉമ്മായെ നമ്മളെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിഷ നസറിനെത്തി. നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസം ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്നും പിറ്റന്നത്തെ ഡ്രസ്സും കൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. മെഹന്തി ഫംഗ്ഷൻ എന്ന് പറയും, ട്രിവാൻഡ്രത്തുകാരുടെ ഹൈലൈറ്റ് ആണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്, പിറ്റുന്നത്തെ ഡ്രസ്സും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ കസിൻസും ഉമ്മച്ചിയുടെ സഹോദരങ്ങൾ, അതുപോലെ വാപ്പച്ചിയുടെ സഹോദരങ്ങൾ, അങ്ങനെ ഫാമിലിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മെഹന്തി കേട്ടോ. അങ്ങനെ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരും കൂടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ബ്രൈഡിനെ ഡ്രസ്സ് മാറാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളർ ഡ്രസ്സ് തന്നെ കൊണ്ടുവന്നതും അവരവിടെ നിന്ന് യൂണിഫോം എല്ലാവരും ഇട്ട് വന്നതും ഗ്രീനായിരുന്നു. മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പച്ചയിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് ഗ്രൂമിൻ്റെ മദറും ഗ്രാൻഡ് മദറും ആണ് കേട്ടോ. ചെക്കൻ്റെ ഉമ്മച്ചിയും അതുപോലെ ഉമ്മച്ചിയുടെ ഉമ്മായുമാണ്. പിന്നെ കസിൻസ്, ഗ്രൂമിൻ്റെ കസിൻസ്, അവരുടെ ഫാമിലീസ് ഒക്കെ ചേർന്നിട്ട് അവരെല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം മെഹന്തിയുടെ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈത്തപ്പഴം, അതുപോലെ തന്നെ മധുരമുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് കയ്യിൽ 2 വെറ്റില വെച്ച് അതിലേക്ക് ഓരോ കുത്ത്, അല്ലെങ്കിൽ ഒരു പൂ, ഒരു വര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആ കയ്യിൽ വെറ്റയിലൊന്ന് വരച്ചു കൊടുക്കും കേട്ടോ. മെഹന്തിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വെറ്റ വെച്ചിട്ടാണ് ഇപ്പോൾ മെഹന്തി ഇടുന്നത്. അങ്ങനെ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൊരു വര വരച്ച ശേഷം ബ്രൈഡിന് ഒരു മധുരം കൊടുക്കുന്നുണ്ട്. ഇതാണ് ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം മെഹന്തി ഫംഗ്ഷൻ. ശേഷം നമ്മുടെ ഒറിജിനൽ മെഹന്തി നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ.
ശേഷം വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. മുമ്പൊക്കെ കല്യാണത്തിന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നത് കല്യാണത്തിൻ്റെ അന്നായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ മെഹന്തി ഫംഗ്ഷൻ വന്നതിന് ശേഷം തലേ ദിവസം തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും വരുന്ന കൂട്ടത്തിൽ ആ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സും കൂടെ കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കുമ്പോൾ അത് വളരെ നല്ലതാണല്ലേ. അങ്ങനെ ഇത് ആ ഡ്രസ്സ് കൊണ്ടുവന്ന് കൈമാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ ബ്രൈഡ് അത്രയും റെഡിയായിക്കെ നിൽക്കുമ്പോൾ പിന്നീട് അവർ കല്യാണത്തിൻ്റെ അന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു സംവിധാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. തലേ ദിവസം തന്നെ ഡ്രസ്സ് കൊടുത്താൽ അവരെന്ന് റെഡിയായി നിൽക്കുമല്ലോ. ഡ്രസ്സും ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഒപ്പം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ഇൻഷാ അള്ളാ.